നമ്മളിപ്പോൾ ഉള്ളത് അടൂർ പറക്കോട് ജോബ് സ്റ്റേഷനിലാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു വലിയ ജോബ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൽ 2 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ജോബ് ഫെസ്റ്റ് നടക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളെന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ എവിടെ നിന്നും ഈ യുവതി യുവാക്കൾക്ക് ഈ ജോബിനായി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പറക്കോട് ജോബ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ട്. ആദ്യം ഇത് അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ ജോബ് ഫെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് DWMS കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ജോബ് ഫെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് 2 ഓപ്ഷൻസ് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. ഒന്ന് രജിസ്റ്ററെന്നും ഒന്ന് ലോഗിനും ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഇതിനു മുമ്പ് ഈ DWMS കണക്ട് ആപ്ലിക്കേഷനിൽ പ്രൊഫൈൽ ഉള്ളവർ ലോഗിൻ കൊടുത്ത് പാസ്വേഡും മെയിൽ ഐ ഡിയും കൊടുത്ത് എൻ്റർ ചെയ്യുക. ഇല്ലാത്തവർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഇച്ചിരി ലെങ്ത് കാണും. അത് നമ്മുടെ CV ക്രിയേറ്റ് ചെയ്യുന്നത് പോലൊക്കത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അതായത് പിന്നെ വർക്ക് പ്രിഫറൻസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം അതിൽ ചോദിക്കും. അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആവും. പ്രൊഫൈൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്കതിൽ 2 ഓപ്ഷൻസ് ആയിരിക്കും ഉള്ളത്. ഫസ്റ്റ് മാച്ചിങ്, ഈ ജോബ് ഫെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളത് ഫസ്റ്റ് മാച്ചിങ് ജോബ്സ് എടുക്കുക. മാച്ചിങ് ജോബ്സ് എടുത്തിട്ട് വ്യൂ ഓൾ ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. വ്യൂ ഓൾ ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിലൊരു സെർച്ച് ഓപ്ഷൻ കാണും. ആ സെർച്ച് ഓപ്ഷൻ്റെ അവിടെ കുറച്ച് ജോബ് IDs കാണും. ആ ജോബ് IDs എൻ്റർ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബ് റോള് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ്സ് കാണാൻ പറ്റും. ജോബ്സ് നമുക്ക് താല്പര്യം, നമ്മുടെ ക്വാളിഫിക്കേഷന് മാച്ച് ആയിട്ടുള്ള ജോബ്സ് കാണുമ്പം ക്വിക്ക് അപ്ലൈ കൊടുക്കുക. ക്വിക്ക് അപ്ലൈ കൊടുത്തിട്ട് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏജ് പ്രിഫറൻസും ജെൻഡർ പ്രിഫറൻസും എല്ലാം കാണും. അതെല്ലാം മാച്ച് ആണെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കാണും. അതായത് നമ്മുടെ സ്കിൽസ് കാണും, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാണും. അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അപ്ലൈ കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ജോബ് സ്റ്റേഷനിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ 9714699498. രജിസ്ട്രേഷൻ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് അറിയാനുള്ളത് പ്രധാനമായി ആർക്കൊക്കെയാണ് ഈ ജോബ് ഫെസ്റ്റിവൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, അതൊന്ന് വിശദീകരിക്കാമോ? 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 10ാം ക്ലാസ്, +2, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ITI, ഡിപ്ലോമ തുടങ്ങി എൻജിനീയറിംഗ് സെക്ടർ എല്ലാവർക്കും നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം മാച്ചിങ് ജോബ്സ് നോക്കുമ്പോൾ തന്നെ വിജ്ഞാന കേരളത്തിനുള്ളിൽ കാണുന്ന ജോബുകളെല്ലാം നമുക്ക് അതിൽ വിസിബിളായിട്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. മറ്റൊരു സംശയം പൊതുവിൽ ഉയർന്നു വരുന്നത്, ഒരുപക്ഷെ നമ്മൾ നിരവധി തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഫീസ് ഏർപ്പാടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫീസ് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മേടിക്കുന്നുണ്ടോ? ഒരിക്കലും ഇതിനകത്ത് ഫീസുകളോ മറ്റൊന്നുമില്ല. ഇത് ഗവൺമെൻറ് പോർട്ടലാണ്. എല്ലാം സൗജന്യമായിട്ട് തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: രജിസ്റ്റർ ചെയ്യുക, വന്ന് അറ്റൻഡ് ചെയ്യുക, ജോബ് ഫെയർ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തവണ നമുക്കൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം തൊട്ട് വിദേശത്തേക്കുള്ള ജോലികൾ വരെയാണ് ഇപ്പോൾ നമ്മൾ ഈ ജോബ് ഫെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിദേശത്തെ ജോലി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഈ ജോബ് ഫെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ചില സംശയം തോന്നും, ഇത് 100% വിശ്വസിക്കാൻ പറ്റുമോ എന്നൊരു കാര്യത്തിൽ. തീർച്ചയായും നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ കയറി നോക്കുമ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ജോലികളാണ്, ആ ജോലികൾക്ക് എന്തൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായി തന്നെ DWMS പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. നിലവിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ, അതെ, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനുശേഷം ഏത് ക്വാളിഫിക്കേഷനോ, എഞ്ചിനീയറിംഗോ, ഏത് ക്വാളിഫിക്കേഷൻകാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പം 10ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും, അതും നേഴ്സിംഗ് ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ബിരുദാനന്തര ബിരുദങ്ങളും ആയിക്കോട്ടെ, അപ്ലൈ ചെയ്താൽ ജോലി നിങ്ങൾക്ക് ലഭിക്കും. 2 ലക്ഷത്തോളം അവസരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. ഇത് ഈ ജോബ് ഫെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിലാണ് ഇത്തരമൊരു ആശയം ഉരുത്തിരിയുന്നത്. അതായത് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ തുടർച്ചയാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതിയും. അങ്ങനെ ഈ ജോബ് ഫെസ്റ്റിവെല്ലാം ഇതിനോടെ തന്നെ ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിൽ ഈ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി നൽകാൻ കഴിഞ്ഞു. അങ്ങനെ തോമസ് ഐസക്കും വാക്കുപാലിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അവസരം കൂടി ലഭിക്കുവാണ്. ജോലി ലഭിക്കാൻ വേണ്ടി എത്രയും വേഗം ആപ്ലിക്കേഷൻ അയക്കുക, ജോബ് ഫെസ്റ്റിവൽ പങ്കെടുക്കുക.
ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.